നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മലയാളത്തിൽ മമ്മൂട്ടിക്ക് ദേശീയ തലത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും മമ്മൂട്ടിക്ക് ആ അവാർഡ് ലഭിച്ചില്ല. പക്ഷേ ആട്ടത്തിനടക്കം വളരെ ദേശീയ തലത്തിൽ മികച്ച ഒരുപാട് അവാർഡുകളാണ് നേടാൻ ഇക്കുറി മലയാളത്തിന് കഴിഞ്ഞത്. അതിൽ വലിയൊരു പ്രത്യേകത പുതിയ തലമുറ സംവിധായകരുടെ സിനിമകൾക്ക് ദേശീയ തലത്തിലടക്കം വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഒരുപാട് പുതിയ തലമുറ സംവിധായകർ, നവാഗത സംവിധായകരടക്കം പുതിയ തലമുറയിലെ സംവിധായകർ കടന്നു വരികയും അവർ പുതിയ തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കുകയും അത് വാണിജ്യ തലത്തിലും കലാ മികവിലുമൊക്കെ വലിയ മാറ്റം മലയാള സിനിമയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് ദേശീയ തലത്തിൽ കൂടി അംഗീകാരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും പുതിയ തലമുറയുടെ മലയാള സിനിമകൾക്ക് ദേശീയ തലത്തിൽ ലഭിക്കുന്ന ഒരു അംഗീകാരമായി മലയാള സിനിമയുടെ ഉണർവായി ഒക്കെ ഇതിനെ കാണാമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കണ്ണദാസനാണ് പാലക്കാട് നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ കണ്ണദാസൻ, മലയാളത്തിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ഇക്കുറിയെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷയെങ്കിലും അതുണ്ടായില്ല. പക്ഷേ ആട്ടമടക്കം മലയാളത്തിൽ നിന്നുള്ള മികച്ച ചിത്രങ്ങൾക്ക് ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ നേടാനായി. മലയാള സിനിമയിലെ പുതിയ തലമുറ സംവിധായകരുടെ അല്ലെങ്കിൽ പുതിയ തലമുറക്കാർ നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ തോതിലുള്ള അംഗീകാരം, അത് കലാമേന്മയുടെ കാര്യത്തിലായാലും അത് വാണിജ്യ തലത്തിലായാലും ഒക്കെ നേടുന്ന ഒരു കാലം കൂടിയാണ്. മലയാള സിനിമയ്ക്ക് ഇത് നല്ല കാലമാണോ? ഉദയായുടെ കോഴി കൂവണമെങ്കിലേ പറഞ്ഞോളൂ. ഉദയായുടെ കോഴി കൂവണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തെങ്കിലേ ഇനി മലയാള സിനിമ വിജയിക്കുള്ളൂ. ഉദയായുടെ കോഴി കൂവണമെങ്കിൽ ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തെങ്കിലേ ഈ മലയാള സിനിമ വിജയിക്കുള്ളൂ. നടന്മാർക്കൊക്കെ പ്രായോഗികമായി മധു സാറിനും മമ്മൂട്ടി സാറിനും മോഹൻലാൽ സാറിനും ഒക്കെ പ്രായമായി. അപ്പൊ പുതിയ തലമുറ വരണമെങ്കിലേ ഉദയായുടെ കോഴി വീണ്ടും കൂവണം. പക്ഷേ ഇപ്പോൾ നിരവധി പുതിയ തലമുറയിലെ സംവിധായകർ നിരവധി സിനിമ കൊണ്ടുവരുന്നു. ആ സിനിമകൾക്കൊക്കെ ദേശീയ തലത്തിലടക്കം വലിയ അംഗീകാരങ്ങൾ ലഭിക്കുന്നു. വാണിജ്യ തലത്തിലടക്കം വലിയ വിജയമായി തീരുന്നതൊക്കെയും ഈ തഴക്കവും പഴക്കവും എന്ന സംവിധായകരുടെ സിനിമകളേക്കാൾ ഏറെ വിജയിക്കുന്നത് ഈ പുതിയ തലമുറ സംവിധായകരുടെ സിനിമകളാണ്. അത് എല്ലാം ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർ തന്നെയാണ് സാറേ. അപ്പൊ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തെങ്കിലേ ഉദയായുടെ കോഴി ഇനി വീണ്ടും പോവുകയുള്ളൂ അറിയാം. ശരി, തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി കൂടി ചേരുന്നുണ്ട്. ശ്രീ ശിവജി, സൗദി വെള്ളക്കയും അതോടൊപ്പം തന്നെ ആട്ടവും ഒക്കെ ദേശീയ തലത്തിലടക്കം വലിയ അംഗീകാരങ്ങൾ നേടുന്നു. നമുക്കൊരു ചെറിയ ദുഃഖമെന്ന് പറയാൻ, മമ്മൂട്ടിക്ക് അങ്ങനെ ദേശീയ തലത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പക്ഷേ അങ്ങനെയല്ല, കേരളത്തിലെ സിനിമകളിൽ നവാഗത സംവിധായകർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അവർ നവാഗതരായാലും അല്ലെങ്കിലും ഒക്കെ ആ ചെറുപ്പക്കാരുടെ നിര വലിയ സിനിമയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അത് വാണിജ്യ തലത്തിലും കലാമൂല്യത്തിലും ഒക്കെ നേട്ടങ്ങൾ കൈവരിക്കുന്നു. മലയാള സിനിമയുടെ ഒരു ഉണർവിന്റെ കാലം എന്ന് പറയാൻ കഴിയുമോ? സാറ് പറഞ്ഞു നമുക്കൊരു ദുഃഖം മമ്മൂട്ടിക്ക് കിട്ടിയില്ല. എനിക്ക് ഒരു ദുഃഖവും ഇല്ല. മമ്മൂട്ടിക്കും കിട്ടിക്കോണമെന്ന് മോഹൻലാൽ കിട്ടിക്കോണമെന്നൊന്നും എനിക്ക് അതിനൊന്നും യാതൊരു ദുഃഖവും ഇല്ല. കലാമൂല്യമുള്ള പുതിയ സംവിധായകരോ ചെറുപ്പക്കാരോ അവർ വന്ന് നമ്മുടെ സിനിമയ്ക്ക് പുതിയ മാറ്റങ്ങൾ വരുന്നു. അതൊക്കെ അതിനെ നല്ല രീതിയിൽ ഞാൻ കാണുന്നു. പിന്നെ ഈ കിട്ടിയവർക്ക് തന്നെ ഇപ്പം 90 വയസ്സുള്ള മുഖ്യമന്ത്രി, 90 വയസ്സുള്ള മറ്റേ എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലെ പോലെ തന്നെ ഈ സിനിമയിലും ഇതൊക്കെ ബിമാരൊക്കെ പല വീട്ടിലിരിക്കട്ടെ. ചെറുപ്പക്കാരൊക്കെ ആ രീതിയിലേക്കൊക്കെ ഒന്ന് നല്ല രീതിയിലേക്ക് വരട്ടെ. ഇവരൊക്കെ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് വീട്ടിലിരിക്കട്ടെ. അതാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ ആശംസിക്കുന്നു ഈ കിട്ടിയവർക്കൊക്കെ എല്ലാ ആശംസകളും. ശരി, തൃശ്ശൂരിൽ നിന്നും ശിവജിയാണ് സംസാരിച്ചത്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ച്, മലയാളത്തിലെ യുവ തലമുറയെ സംബന്ധിച്ച് ഇത് നേട്ടങ്ങളുടെ ഒരു കാലമാണ്. ഈ വർഷം മലയാളത്തിലായാലും ദേശീയ തലത്തിലായാലും നിരവധി മലയാള ചിത്രങ്ങൾ അവാർഡിൻ്റെ അന്തിമ പരിഗണനയിലേക്ക് വരുന്നു. അന്തിമ പരിഗണനയിലേക്ക് വരുന്ന ചിത്രങ്ങൾ സ്ഥിരം സംവിധായകരുടെയോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പേരെടുത്ത സംവിധായകരുടെയോ ചിത്രങ്ങളല്ല, പുതുമുഖ സംവിധായകരുടേത് അല്ലെങ്കിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമെടുത്ത ചെറുപ്പക്കാരുടെ ചിത്രങ്ങളാണ്. അവർ പുതിയ രീതിയിൽ പുതിയ തലത്തിൽ സിനിമകൾ നിർമ്മിക്കുന്നു. ആ സിനിമകളെ വാണിജ്യ തലത്തിലും വലിയ വിജയമാക്കി മാറ്റാൻ സാധിക്കുന്നു. ഇന്ത്യയിലടക്കം കലാമൂല്യത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോഴും അത് ഇന്ത്യയിലെ അടക്കം ശ്രദ്ധേയമായ സിനിമകളായി മലയാളത്തിലെ ഈ സിനിമകളൊക്കെ മാറുന്നുണ്ട്. ആട്ടത്തിന് മികച്ച തിരക്കഥയുടെ ദേശീയ തലത്തിലുള്ള അവാർഡ് ലഭിക്കുന്നു. ആനന്ദ് ഏകശ്രീക്ക് ആ അവാർഡ് ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഉമേഷാണ് പാലയിൽ നിന്നും. ശ്രീ ഉമേഷ്, ഇത് മലയാളത്തിലെ സിനിമകളുടെ, മലയാളത്തിലെ ഈ പുതിയ തലമുറ സിനിമാക്കാരുടെ അല്ലെങ്കിൽ അത്തരം സിനിമകളുടെ ഒരു നല്ല കാലം എന്ന് വിശേഷിപ്പിക്കാമോ?
സാറേ പുതിയ തലമുറയ്ക്ക് കിട്ടണം. കാരണം എന്നാലേ അവർക്ക് പിന്നെയും പിന്നെ ഈ സിനിമ എടുക്കാനേ തോന്നത്തുള്ളൂ. നമ്മൾ കൊടുത്തവർക്ക് തന്നെ സൂപ്പർ സ്റ്റാറുകൾക്ക് തന്നെ കൊടുത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല. പുതിയ വരുന്ന തലമുറയ്ക്ക് കൊടുക്കും. അതുപോലെ നല്ല പടമാണെന്ന് നമ്മൾ കാണും, ജനങ്ങൾ ഏറ്റെടുക്കും. നല്ല പടമല്ല ജനങ്ങൾ കളയും. അതാണ് ഇപ്പോൾ കണ്ടുവരുന്ന സംഭവം. നല്ല പടം മാത്രമല്ല, അല്ല സൂപ്പർ സ്റ്റാർ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ പടം വിജയിക്കണമെന്നൊന്നുമില്ല. പിന്നെ നല്ല സിനിമ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ താല്പര്യം. പിന്നെ ഒരു ഒറ്റ അപേക്ഷയുള്ളൂ, മദ്യപാനം, പുകവലി ഇങ്ങനെയുള്ളതും കൂടെ ഈ സിനിമാ രംഗത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഇപ്പോൾ കാണുന്നതെല്ലാം സൂപ്പർ സ്റ്റാറുകളെല്ലാം അഭിനയിക്കുന്ന രണ്ടെണ്ണം അടിച്ചാലേ നമുക്ക് ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞ രീതി വരെ ആയിപ്പോയി. അങ്ങനെയുള്ള ഭാഗങ്ങളെ എടുത്ത് കളഞ്ഞ് പുതിയ തലമുറ നല്ല രീതിയിൽ ഈ കലാ പ്രകടനം കാഴ്ചവെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സിനിമ ആദ്യം കാണാനുള്ള താല്പര്യം, കുടുംബസമേതം ഇരുന്ന് കാണാമെന്നുള്ള, വീട്ടിൽ ഇരുന്ന് കാണാനുള്ള പടവും ആയിരിക്കണമെന്നും കൂടെ പറയണം. അങ്ങനെ ഒരു അപേക്ഷ കൂടെ ഉണ്ട്. താങ്കൾ പറഞ്ഞത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പുതിയ തലമുറ സിനിമകൾ പലതരത്തിലും വലിയ വിജയങ്ങൾ നേടുമ്പോഴും ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ ആ സിനിമയിൽ കൂടുതലാണ് എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. സ്വാഭാവികമായും ചിലപ്പോൾ തലമുറ മാറ്റത്തിന്റെ ഒരു പ്രതീകമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ അത് ഉണ്ടാവുകയും പിന്നീട് അത്തരം അത് ഒരു കൂടുതൽ പക്വതയിലേക്ക് എത്തുകയും ചെയ്യുന്നൊരവസ്ഥ വരാം. അതെ, അവരുടെ സൈറ്റിലും പാടില്ല, ആ സിനിമയിലും കാണിക്കാതിരിക്കുക. അതാ ഏറ്റവും നല്ല ചെയ്യേണ്ടത്. സൈറ്റിൽ പാടില്ല, നല്ല വളർന്ന് വരുന്ന തലമുറയ്ക്ക് അത് ഒന്ന് കാണിച്ചും കൂടെ കൊടുക്കരുത്. അത് ഉണ്ടെങ്കിൽ മാത്രം എല്ലാ കാര്യവും നടക്കാവുന്നുള്ള ഒരു ഉപദേശം നമ്മൾ കൊടുക്കരുത്. അങ്ങനെയൊന്നും അല്ല. വെള്ളവലിയും മദ്യപാനവും പുകവലിയും ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. പക്ഷെ അതുണ്ടെങ്കിലേ എല്ലാം നടക്കത്തുള്ളൂ എന്നൊരു രംഗം കൂടെ കാണിച്ചു കൊടുക്കരുത്. അതില്ലാതിരിക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ.